നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്റെ ചാനലിലേക്ക് സ്വാഗതം. ഭാരതീയ സംസ്കാരത്തിൽ ഭക്തിയുടെയും ശക്തിയുടെയും പ്രതീകമായി നാം ആരാധിക്കുന്ന ദേവിയാണ് ദുർഗ. ഓരോ വർഷവും നവരാത്രി നാളുകളിൽ ദുർഗാപൂജ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഈ ദേവിയുടെ ഐതിഹ്യവും കഥയുമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദുർഗാദേവിയുടെ ഉത്ഭവത്തെയും ലോകത്തെ രക്ഷിക്കാൻ ദേവി നടത്തിയ പോരാട്ടങ്ങളെയും പറ്റിയാണ്. അതിനു മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തുടർന്നുള്ള നോട്ടിഫിക്കേഷൻസിനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യൂ. ഐതിഹ്യം തുടങ്ങുന്നത് മഹിഷാസുരൻ എന്ന ക്രൂരനായ അസുരന്റെ കഥയോടെയാണ്. ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ച വരസിദ്ധി കാരണം ഒരു പുരുഷനും തന്നെ വധിക്കാൻ കഴിയില്ല എന്നതായിരുന്നു അവന്റെ അഹങ്കാരം. ഈ വരത്തിന്റെ ബലത്തിൽ അവൻ 3 ലോകങ്ങളിലും ഭീകരമായ ആക്രമണങ്ങൾ നടത്തി ദേവന്മാരെയും മനുഷ്യരെയും ഒരുപോലെ പീഡിപ്പിച്ചു. മഹിഷാസുരന്റെ ക്രൂരത സഹിക്കവയ്യാതെ ദേവന്മാർ ബ്രഹ്മാവിനോടും വിഷ്ണുവിനോടും ശിവനോടും സഹായം അഭ്യർത്ഥിച്ചു. ഒരു പുരുഷനും മഹിഷാസുരനെ വധിക്കാൻ കഴിയില്ല എന്നതിനാൽ ഈ 3 ദേവന്മാരും തങ്ങളുടെ ശക്തിയും തേജസ്സും ഒരുമിപ്പിച്ച് ഒരു പുതിയ ശക്തിയെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും ശിവന്റെയും ശക്തിയിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ദുർഗാദേവി. ദേവിയുടെ രൂപം അതിശക്തമായിരുന്നു. ശിവന്റെ ത്രിശൂലം, വിഷ്ണുവിന്റെ സുദർശന ചക്രം, ഇന്ദ്രന്റെ വജ്രായുധം തുടങ്ങി ഓരോ ദേവനും തങ്ങളുടെ ആയുധങ്ങൾ ദേവിക്ക് നൽകി. അതോടെ ദുർഗ അസാമാന്യ ശക്തിക്ക് ഉടമയായി. മഹിഷാസുരനും ദുർഗാദേവിയും തമ്മിൽ അതിഭയങ്കരമായ യുദ്ധം നടന്നു. 9 രാത്രിയും പകലും നീണ്ടുനിന്ന ആ യുദ്ധത്തിൽ മഹിഷാസുരൻ പല രൂപങ്ങളും മാറി മാറി ദേവിയെ നേരിട്ടു. എന്നാൽ ദുർഗാദേവി ഓരോ രൂപത്തെയും നശിപ്പിച്ചു. ഒടുവിൽ സിംഹത്തിന്റെ പുറത്ത് കയറി മഹിഷാസുരന്റെ യഥാർത്ഥ രൂപമായ പോത്തിന്റെ കഴുത്തിൽ ചവിട്ടി നിർത്തി ത്രിശൂലം കൊണ്ട് അവനെ വധിച്ചു. അങ്ങനെ ദുർഗാദേവി ലോകത്തിന് ശാന്തി തിരികെ നൽകി. അതുകൊണ്ടാണ് ദുർഗയെ മഹിഷാസുര മർദിനി എന്ന് വിളിക്കുന്നത്. തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിന്റെ പ്രതീകമാണ് ഈ കഥ. ദുർഗാദേവിയുടെ ഓരോ രൂപവും നമുക്ക് ഓരോ പാഠം നൽകുന്നു. നന്മ, ധൈര്യം, ശക്തി എന്നിവയുടെ പ്രതീകമാണ് ദുർഗ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണും വരെ നന്ദി.